إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا الله أكبر كبيرا الله أكبر وأجل الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒത്തുചേർന്നിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് മാത്രം ഒരീദുൽ അദ്ഹക്ക് കൂടി സാക്ഷ്യം വഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. അവൻ്റെ ഔദാര്യം നമുക്ക് അനുകൂലമാക്കിയിരിക്കുകയാണ്. ഒരീദിനു കൂടി ജീവിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടി നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളവരാകാൻ, അവന് ശുക്ർ ചെയ്ത് ഈദിന്റെ സന്ദേശം സാർത്ഥകമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതുപോലെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് അനുഗ്രഹം നൽകിയതിന്, ഇതിനവൻ സൗഭാഗ്യം നൽകിയതിന്, അവന്റെ മഹത്വത്തെ വാനോളം ഉയർത്താൻ, അവന്റെ വലുപ്പത്തെ പ്രകീർത്തിക്കാൻ, അവന് നന്ദിയുള്ളവരാകാൻ നമ്മൾ ഈദ് ആഘോഷിക്കുക. ഇന്ന ലികുല്ലി ഖൗമിൻ ഈദൻ ഹാദാ ഈദുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാ സമൂഹത്തിനും അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഇത് നമ്മുടെ ഈദാണ്, നമ്മുടെ ആഘോഷ ദിനമാണ്. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ രണ്ടാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ആഘോഷം രണ്ടും വലുതാണ്. ഒന്ന് ചെറുത്, മറ്റൊന്ന് വലുതല്ല. ചില ആളുകൾ പറയുന്നത് പോലെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ, ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ. അങ്ങനെയല്ല, രണ്ടും വലുതാണ്. രണ്ടും നമുക്ക് വലിയ ആഘോഷങ്ങളാണ്. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നത് അല്ലാഹു ശറഇൽ നിശ്ചയിച്ച വ്യവച്ഛേദനമല്ല, വേർതിരിവല്ല, മറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അതുകൊണ്ട് രണ്ട് ഈദ് നമുക്ക് വലുതാണ്. ഇത് ബലിപെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നതിനപ്പുറത്ത് രണ്ട് ഈദും നമുക്ക് വലിയ ആഘോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന വലിയ ആഘോഷം. സഹോദരങ്ങളെ, ഈ ദിവസം, ഈദിന്റെ ദിവസം നമ്മൾ സന്തോഷിക്കണം. ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ, അവന്റെ കാരുണ്യത്താൽ, അവന്റെ ഔദാര്യത്താൽ നമുക്ക് വന്ന് ലഭിച്ച അള്ളാഹുവിന്റെ നിഅമത്താണിത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ സന്തോഷിക്കണം, അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം. സഹോദരങ്ങളെ,
ഈദിന്റെ സന്തോഷത്തിന്റെ, ഈദിന്റെ നന്ദിയുടെ ഏറ്റവും പ്രകടമായ രൂപമാണ്. ഈദിൽ നമ്മളിതാ നിസ്കാരത്തിൽ ഈദിനു മുമ്പ്, പ്രത്യേകിച്ച് ഈദുൽ അദ്ഹയിൽ ദുൽഹിജ്ജ മാസം മുതൽ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ മന്ത്രധ്വനികൾ, തക്ബീറിന്റെ വർധനവ് ഈദിന്റെ മേന്മയാണ്, ഈദിന്റെ ഭംഗിയാണ്, ഈദിന്റെ ശ്രേഷ്ഠതയാണ്, ഈദിന്റെ അലങ്കാരമാണ്. യഥാർത്ഥത്തിൽ ആ തക്ബീറിന്റെ വാചകങ്ങൾ അതാണ് ദീനിന്റെ ആകത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി, ആരാധനകൾക്ക് അർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് ആരാധനകൾ മുഴുവൻ, സ്തുതികൾ മുഴുവൻ, ഇബാദത്തുകൾ മുഴുവൻ അവന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇത് ഈദിന്റെ അടയാളമാണ്, പ്രത്യക്ഷ ചിഹ്നമാണ്, ദീനിന്റെ ആകത്തുകയാണ്, ദീനിന്റെ അടിത്തറയായ തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. മുൻഗാമികളിൽ ചിലർ, മഹാന്മാരായ പണ്ഡിതന്മാരിൽ അൽ-ഇമാം ഖുർത്തുബി റഹിമഹുല്ലയെ പോലെയുള്ളവർ തക്ബീറിനെ പറ്റി പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന വാചകം, അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന മഹത്തായ തക്ബീറിന്റെ വാചകം, അതിനേക്കാൾ മഹനീയമായ, അതിനേക്കാൾ ഉന്നതമായ, അതിനേക്കാൾ സാരസമ്പുഷ്ടമായ, അതിനേക്കാൾ മനോഹരമായ മറ്റൊരു വാക്ക് അള്ളാഹുവിന്റെ മഹത്വത്തെ, അവന്റെ വലുപ്പത്തെ, അവന്റെ ഔന്നത്യത്തെ വാഴ്ത്താൻ അറബി ഭാഷയിൽ നമുക്ക് തിരഞ്ഞാൽ കിട്ടുകയില്ല. അള്ളാഹുവിന്റെ വലുപ്പവും അവന്റെ മഹത്വവും അവന്റെ ഔന്നത്യവും വാഴ്ത്താൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ, ഉന്നതമായ, അനുയോജ്യമായ മറ്റൊരു വാക്ക് അറബി ഭാഷയിലില്ല. അതാണ് അല്ലാഹു അക്ബർ. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. വകബ്ബിർഹു തക്ബീറ. അള്ളാഹുവിന്റെ മഹത്വത്തെ, അവന്റെ വലുപ്പത്തെ വാഴ്ത്തുക എന്ന് അള്ളാഹു നമ്മോട് പൊതുവായി കൽപ്പിച്ചിരിക്കുന്നു. ഈദിൽ അതിന്റെ പ്രത്യേകത അത് വാനോളം ഉയരുന്നു. അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് തക്ബീറിൽ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ വാക്കുരിയാടാത്ത, ഈ വാക്കുരുവിടാൻ അറിയാത്ത ഒരു ചെറിയ കുട്ടി പോലും മുസ്ലിം ഉമ്മത്തിലില്ല. സഹോദരങ്ങളെ, വാക്കുകൊണ്ട് തക്ബീർ ഉച്ചരിക്കാൻ എളുപ്പമാണ്, വാക്കുകൊണ്ട് അതിരുവിടാൻ എളുപ്പമാണ്. അള്ളാഹു എളുപ്പമാക്കിയ പദപ്രയോഗങ്ങളാണ്. മറിച്ച് വാക്കിൽ തക്ബീർ ഉരുവിടുന്നതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ തക്ബീറിന് എന്ത് സ്ഥാനമുണ്ട്? നാവിൽ തക്ബീർ എളുപ്പമാകുന്നതോടൊപ്പം ഹൃദയത്തിൽ തക്ബീറിന്റെ സാക്ഷാത്കാരം നമുക്ക് എളുപ്പമാകുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചിന്ത. അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലിയവനായ ഒരാളുമില്ല. അള്ളാഹുവിന്റെ ദാത്തിൽ, അവന്റെ അസ്തിത്വത്തിൽ അവൻ ഏറ്റവും വലിയവനാണ്. അവനേക്കാൾ വലിയവനായ ഒരാളുമില്ല. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും വലിയവനാണ്. അവന്റെ വിശേഷണങ്ങൾക്കൊത്ത്, അവന്റെ നാമങ്ങൾക്കൊത്ത് മറ്റൊരു നാമവും വിശേഷണവും ഒരാൾക്കുമില്ല, ഒരു സൃഷ്ടികൾക്കുമില്ല. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ ഏറ്റവും വലിയവനാണ്. അള്ളാഹുവിന്റെ പ്രതാപത്തിൽ അവൻ ഏറ്റവും വലിയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ അവൻ ഏറ്റവും വലിയവനാണ്. അവൻ സൃഷ്ടികൾക്ക് പകുത്തു നൽകുന്ന സ്നേഹത്തിൽ അവൻ ഏറ്റവും വലിയവനാണ്. അവന്റെ മഗ്ഫിറത്തിൽ അവൻ ഏറ്റവും വലിയവനാണ്. അവന്റെ കഴിവിൽ അവൻ ഏറ്റവും വലിയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനേക്കാളും ആരെക്കാളും നമുക്ക് ഏറ്റവും വലിയവനാകേണ്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ അർപ്പിക്കുന്ന സ്തുതികൾ, അള്ളാഹുവിന് നമ്മൾ അർപ്പിക്കുന്ന തസ്ബീഹുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുന്ന ദിക്റുകൾ, അതിന് കണക്കില്ല, അതിനെണ്ണമില്ല, അതിന് പരിധിയില്ല, അതിനറ്റമില്ല, അത് നിലക്കുന്നില്ല, അതിനെ നിർവചിക്കാൻ സാധിക്കുകയില്ല. അത് വർണ്ണനാതീതമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക്. അള്ളാഹുവേ, നിന്നെ പുകഴ്ത്താൻ നീ എത്രയാണോ ആഗ്രഹിക്കുന്നത്, നീ എത്രയാണോ നിനക്ക് സ്ഥാനവും പവിത്രതയും നിനക്ക് ഔന്നിത്യവും മഹത്വവും കൽപ്പിച്ചത്, അത്രയും എണ്ണമാണ്. എനിക്കത് പരിമിതപ്പെടുത്താൻ സാധിക്കുകയില്ല. നീ ഉദ്ദേശിക്കുന്ന അത്രയും നീ വലിയവനാണ്, നീ മഹാനാണ്, നീ സമ്പൂർണനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നമ്മൾ വാനോളം ഉയർത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ അങ്ങേയറ്റം വിശാലതയുള്ളവനാണ്. അവന്റെ കാരുണ്യത്തിൽ അവൻ ഏറ്റവും വലിയവനാണ്. എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ അവൻ ഏറ്റവും വലിയവനാണ്. അള്ളാഹു ശിക്ഷിക്കാനൊരുങ്ങിയാൽ, അള്ളാഹു പിടികൂടാനൊരുങ്ങിയാൽ അവനെ പോലെ ശിക്ഷിക്കുന്ന മറ്റാരുമില്ല. അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയില്ല. അള്ളാഹുവിന്റെ കോപത്തേക്കാൾ വലിയ കോപമില്ല. അള്ളാഹുവിന്റെ അതൃപ്തിയേക്കാൾ വലിയ ദുരന്തമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ നാം പേടിക്കണം. മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും നമ്മൾ ഭയക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ ശിക്ഷയെ, അവന്റെ കോപത്തെ നാം ഭയക്കണം.
പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ നിസ്കാരത്തിന് പുറത്ത് നമുക്ക് സുന്നത്താണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ നമ്മൾ അധികമായി ദുൽഹിജ്ജയിൽ അധികമായി ഉരുവിടുന്നത് അത് സുന്നത്താണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ തക്ബീർ സദാ മന്ത്രിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹുവിന്റെ തക്ബീർ അത് സദാ നിറഞ്ഞു നിൽക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. തക്ബീർ എന്നത്, സുന്നത്തായ തക്ബീർ എന്നത് ഒരു പ്രത്യേക കാലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന, മറ്റൊരു കാലത്ത് നമുക്ക് സുന്നത്തല്ലാതിരിക്കുന്ന, അത് മാറി മറിയുന്ന നിയമമാണ്. എന്നാൽ അല്ലാഹുവിന്റെ തക്ബീർ ഹൃദയത്തിൽ ഉണ്ടാകുക എന്നത് എക്കാലത്ത് നമുക്ക് നിർബന്ധമാണ്. മാറ്റമില്ലാതെ, ഇളക്കമില്ലാതെ, ചാഞ്ചല്യമില്ലാതെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേരുറക്കേണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള തക്ബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ ഹൃദയത്തിൽ വേരുറച്ചവൻ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളും തേട്ടങ്ങളും അർത്ഥനകളും നടത്തുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ തക്ബീർ ഹൃദയത്തിൽ ഏറ്റവും വലിയവനായവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ബലിയെറുക്കാൻ സാധിക്കുക, നേർച്ചയാക്കാൻ സാധിക്കുക? അല്ലാഹു ഏറ്റവും വലിയവനായവന്, ഹൃദയത്തിൽ ഏറ്റവും വലിയവനായി അല്ലാഹു ഉള്ളവനെ എങ്ങനെയാണ് അല്ലാഹുവിനേക്കാൾ മറ്റൊരാളെ ഭയക്കാൻ സാധിക്കുക? അല്ലാഹുവിനേക്കാൾ മറ്റുള്ളവരിൽ പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുക? തന്റെ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കുക? കെട്ടിപ്പൊക്കിയ ജാറങ്ങൾക്ക് മുമ്പിൽ, മൺകൂനകൾക്ക് മുമ്പിൽ, ആൾ ദൈവങ്ങൾക്ക് മുമ്പിൽ, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, കുരിശിന് മുമ്പിൽ, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ, അമ്പിയാക്കൾക്ക് മുമ്പിൽ, സ്വാലിഹീങ്ങൾക്ക് മുമ്പിൽ, മൺമറഞ്ഞവർക്ക് മുമ്പിൽ, ജിന്നുകൾക്ക് മുമ്പിൽ, മലക്കുകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് അല്ലാഹുവിന് നൽകേണ്ടുന്ന ആരാധനകൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും വലിയവനായി ഹൃദയത്തിൽ സ്ഥാപിച്ചവൻ, തക്ബീർ ഹൃദയത്തിൽ വേരുറച്ചവൻ, അവൻ അല്ലാഹു പോലെ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ, അലൈസ അല്ലാഹു ബികാഫിൻ അബദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ എന്ന് അല്ലാഹു ചോദിച്ചതുപോലെ, ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, അതുകൊണ്ട് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ആരാധനകൾ മുഴുവൻ അവനെ സമർപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത നിറവേറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളവരാകാൻ, തക്ബീർ കൊണ്ട് നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിനെ ഹൃദയത്തിൽ ഏറ്റവും വലിയവനായി മനസ്സിലാക്കിയവൻ, ഹൃദയത്തിൽ അല്ലാഹുവിന്റെ തക്ബീർ സ്ഥാപിച്ചവൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയനാകും. അല്ലാഹുവിന്റെ കൽപ്പനകളാണ് മറ്റാരുടെ വാക്കുകളേക്കാൾ അവന് വിലയുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അവൻ ഒഴിവാക്കുകയില്ല. അവന്റെ ജീവിതത്തിൽ അത് പ്രവർത്തനങ്ങളായി, സൽക്കർമ്മങ്ങളായി പ്രകടമാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തക്ബീർ കൊണ്ട് ഹൃദയത്തിൽ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ദീനിന്റെ അടിത്തറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരമാണ്, തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. അങ്ങനെയുള്ളവനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, മുശ്രിക്കുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നശിപ്പിച്ചു എന്ന് പറയുന്ന മുൻകഴിഞ്ഞ സമൂഹങ്ങൾ അവരെന്തുകൊണ്ടാണ് ശിർക്കിലും കുഫ്റിലും ആണ്ടുപോയതും അല്ലാഹു അവരെ ശിക്ഷിച്ചതും? എന്താണ് അതിന്റെ കാരണം? ഷിർക്കിന്റെയും കുഫ്റിന്റെയും സകല തോന്നിവാസങ്ങളുടെയും ഹറാമുകളുടെയും വൃത്തികളുടെയും അടിസ്ഥാനം അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അല്ലാഹുവിന്റെ വലുപ്പത്തെ അവർ മനസ്സിലാക്കിയില്ല എന്നതാണ്. അല്ലാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, മുശ്രിക്കുകൾ, കുഫാറുകൾ, നരകാവകാശികൾ അവരല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അല്ലാഹുവിന്റെ വലുപ്പത്തെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ മഹത്വത്തെ അവർ തക്ബീർ കൊണ്ട് ഹൃദയത്തിൽ വാഴ്ത്തിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹൃദയത്തിൽ അവന്റെ വലുപ്പത്തെ നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാതിരിക്കാൻ, അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കാൻ അല്ലാഹുവിന്റെ മഹത്വം ഹൃദയത്തിൽ വാഴണം. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ആരാണവൻ? ഭൂമി മുഴുവൻ ഖിയാമത്ത് നാളിൽ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങൾ അഖിലവും അവനവന്റെ വലതുകരത്തിൽ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിന് ശിർക്ക് വെക്കുന്ന, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അല്ലാഹുവിനെ അനുസരിക്കാത്ത ധിക്കാരികളുടെ ശിർക്കിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലുപ്പം തക്ബീർ ഹൃദയത്തിൽ അംഗീകരിക്കുന്നവൻ, അവൻ ഏറ്റവും വലിയവൻ അല്ലാഹു ആകുമെന്നതിനപ്പുറത്ത് അല്ലാഹുവിനേക്കാൾ അവൻ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ ക്ഷണിക്കപ്പെട്ടാൽ അവൻ ഉത്തരം ചെയ്യും. നിസ്കാരത്തിന് 5 നേരവും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ബാങ്കലുകളിലൂടെ മസ്ജിദിന്റെ മിനാരങ്ങളിലൂടെ മുഴങ്ങുമ്പോൾ അതെ അല്ലാഹുവിലേക്ക്, നിസ്കാരത്തിലേക്ക് വരലായിരിക്കും. ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന വിളിയാളത്തിന് ഉത്തരം ചെയ്യലായിരിക്കും.
ദുനിയാവിലെ മറ്റെന്തിനേക്കാളും, കച്ചവടത്തെക്കാളും, ഭൗതികമായ ക്രയവിക്രയങ്ങളെക്കാളും, അല്ല സ്വന്തത്തെക്കാളും, സ്വന്തം കുടുംബത്തെക്കാളും, മക്കളെക്കാളും, വേണ്ടപ്പെട്ടവരെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും വലിയവനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ജീവിച്ചു മരിക്കാൻ അവൻ സന്നദ്ധനാകും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനായ അവന് വേണ്ടി മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അവന് സാധിക്കും. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസ്മരണകൾ ഈദിന്റെ ഈ സുദിനത്തിൽ, ഈദുൽ അദ്ഹയിൽ നാം സ്മരിക്കുന്നു, നാം ഓർക്കുന്നു, നാം അയവറക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാതൃകയാക്കാൻ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, തന്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു അസ്ലിം, സമ്പൂർണമായി ഇസ്ലാമിലേക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമായി താങ്കൾ മാറുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അദ്ദേഹം പ്രഖ്യാപിച്ചു റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് ഞാനിത് കീഴൊതുങ്ങിയിരിക്കുന്നു. സ്വന്തം മകനെ വാർദ്ധക്യത്തിന്റെ ദശയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകിയ തന്റെ പിഞ്ചു പൈതലിനെ കടാര വെച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയൊറുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം കീഴൊതുങ്ങി. സങ്കോചമില്ലാതെ, മറുത്തൊന്ന് ചിന്തിക്കാതെ, വിസമ്മതമില്ലാതെ. ഇതേ ഈ സമർപ്പണം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാൻ പറഞ്ഞാൽ, കൽപ്പിച്ചാൽ അത് കേൾക്കാനും അനുസരിക്കാനുമുള്ള സന്നദ്ധത, അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, ത്യാഗമാണ്, അല്ലാഹുവിന് വേണ്ടി ത്യജിക്കലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങലാണ്. അല്ലാഹുവിന് കീഴൊതുങ്ങാൻ, ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ, മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ ഹൃദയത്തിൽ മറ്റാരെക്കാളും എന്തിനേക്കാളും നാം സ്ഥാപിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തക്ബീർ അത് ഹൃദയത്തിൽ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലാഹു ഹറാമാക്കിയത് എന്തുണ്ടോ അത് ജീവിതത്തിൽ അകറ്റി നിർത്തുക. അത് നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും, നാട് മുഴുവൻ അത് കൊട്ടിഘോഷിക്കുന്ന നന്മയാണെങ്കിലും ശരി, അല്ലാഹു വെറുത്തതാണോ, അല്ലാഹു ഹറാമാക്കിയതാണോ അകറ്റി നിർത്താൻ സാധിക്കണം. ഖേദകരമെന്ന് പറയട്ടെ, അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ടുന്ന, അല്ലാഹുവിന്റെ തക്ബീർ വാനോളം ഉയർത്തുന്ന, അല്ലാഹുവിന്റെ തക്ബീറിന്റെ മന്ത്രധ്വനികളുടെ വർദ്ധനവ് അലങ്കാരമാകുന്ന ഈദിന്റെ സുദിനങ്ങളിലാണ് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ തക്ബീറിനെതിരെ പ്രവർത്തിക്കുന്നത്, അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിന് എതിരെ പ്രവർത്തിക്കുന്നത്. വിനോദങ്ങൾ, സംഗീതങ്ങൾ, സിനിമകൾ, തോന്നിവാസങ്ങൾ, ഈദ് നൈറ്റുകൾ, നിശകൾ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീറിനെ മുച്ചൂടും അതിന്റെ അടിവേര് പോലും മറക്കുന്ന, തൗഹീദിനെ പോലും നിരക്കാത്ത പല തോന്നിവാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ വാഴ്ത്തുന്ന ഈദിന്റെ സുദിനത്തിൽ നാം കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ട ദിവസം, അല്ലാഹുവിന് നന്ദി കേട് ചെയ്താൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങേണ്ടുന്ന ദിവസം, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത് നമ്മൾ ഭയപ്പെടണം. നമ്മുടെ അനുഗ്രഹ വേളകളിൽ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഭൗതികമായ നിഅമത്തുകളുടെ വേളകളിൽ, വിവാഹ സുദിനങ്ങളിൽ, അതുപോലെ തന്നെ ആളുകൾ ഒത്തുകൂടുന്ന സദസ്സുകളിൽ, പ്രിയമുള്ളവരെ, അല്ലാഹു ഹറാമാക്കിയത് പാടില്ല. സംഗീതം പാടില്ല, സിനിമകളും തോന്നിവാസങ്ങളും അത് നമ്മുടെ നയമല്ല, അത് നമ്മുടെ രീതിയല്ല, അത് ഹറാമാണ്, അത് പൈശാചികമാണ്. നമ്മുടെ വസ്ത്രത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടാകും, നമ്മുടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടാകും, സ്ത്രീകളുടെ ഹിജാബിൽ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകും. അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന് അല്ലാഹു അക്ബർ എന്ന തക്ബീറിൽ നാം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഹൃദയം തൊട്ടിട്ടാണെങ്കിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാൻ, അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടാൻ, അല്ലാഹു വെറുത്തവരെ വെറുക്കാൻ, അല്ലാഹു വെറുത്തതിനെ വെറുക്കാൻ തക്ബീർ ഹൃദയത്തിൽ മനസ്സിലാക്കിയവർക്കേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് തക്ബീർ ഉപരിപ്ലവമായ, വാചികമായ, കേവലം വാക്കുകൾ മാത്രമായി പരിമിതപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതു പ്രതിസന്ധികളിലും, ഏതു പ്രയാസവേളയിലും, ഏതു വിപൽഘട്ടങ്ങളിലും, ഏതു യുദ്ധഭീതിയിലും അല്ലാഹുവിന്റെ തക്ബീർ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചവർ, തൗഹീദ് സാക്ഷാത്കരിക്കുന്നവർ, അവർക്ക് ഭയമുണ്ടാകുകയില്ല, അവർക്ക് ഭീതി ഉണ്ടാകുകയില്ല, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുകയില്ല, അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പമുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങളോടൊപ്പം അവനുണ്ട്. അവന്റെ കരുതൽ, അവന്റെ കാവൽ, അവന്റെ സംരക്ഷണം, അവന്റെ കാഴ്ച കൊണ്ടും അവന്റെ കേൾവി കൊണ്ടും അവന്റെ പരിരക്ഷ കൊണ്ടും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണ് അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവൻ അവൻ അല്ലാഹു മതിയായവനാണ്, അല്ലാഹു മതിയായവനാണ്, അല്ലാഹു മതിയായവനാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കുന്നവരോട് നമുക്ക് പറയാൻ സാധിക്കും, അവരുടെ ഹൃദയത്തിൽ തക്ബീർ സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഉണ്ട് നമ്മോടൊപ്പം. ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്ര, എല്ലാ ഞെരുക്കത്തോടുമൊപ്പം, കണക്കില്ലാതെ, അറ്റമില്ലാതെ,
പരിധിയില്ലാതെ എളുപ്പമുണ്ടാകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാരാണോ, അള്ളാഹുവിന്റെ തക്ബീർ അത് ഹൃദയത്തിൽ തഖ്വ കൊണ്ട് അലങ്കാരപ്പെടുത്തിയവനാരാണോ അവൻ അള്ളാഹു പോംവഴി ഉണ്ടാക്കും. അവൻ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ അവന്റെ അന്നം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകളിൽ ഏൽപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും അവൻ എളുപ്പമുണ്ടാക്കി നൽകും. ദുനിയാവ് അവന്റെ പിന്നാലെ വരും. ദുനിയാവിന് വേണ്ടി മരിച്ച് ഒടുങ്ങി നശിക്കേണ്ടി വരികയില്ല. ദുനിയാവ് അവന്റെ പിന്നാലെ അവനെ തേടി വരും. ആഖിറം ലക്ഷ്യമാക്കുന്നവനായിരിക്കും. അള്ളാഹുവിനെ ഏറ്റവും വലിയവനായി ഹൃദയത്തിൽ തക്ബീർ കൊണ്ട് ഉല്ലേഖനം ചെയ്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ സന്ദേശം തക്ബീർ, അത് നാവ് കൊണ്ട് ഉരിയാടുന്ന നാം ഓരോരുത്തരും ഹൃദയത്തിലും ശരീരത്തിലും ജീവിതത്തിൽ ആപാദചൂടം ആ തക്ബീറിനെ സ്വാംശീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വലുപ്പം അംഗീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ സന്നദ്ധരാകുന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടികളായി, ആൺകുട്ടികളായി, പെൺകുട്ടികളായി, സ്ത്രീകളായി, പുരുഷന്മാരായി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീറിനെ അംഗീകരിച്ച് സാക്ഷാത്കരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈദിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചിഹ്നമാണ് ഈദുൽ അദ്ഹയുടെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ചിഹ്നമാണ് ഉദ്ഹിയ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഈദുൽ അദ്ഹയിലും അവിടുന്ന് മദീനയിലെത്തിയതിനു ശേഷം അവിടുത്തെ 10 വർഷക്കാലവും അവിടുന്ന് ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നു എന്നത് നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉദ്ഹിയ്യത്ത് എന്ന പ്രധാനപ്പെട്ട സുന്നത്ത് പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ചിലരെങ്കിലും അതിനവജ്ഞയോടെ അകൽച്ചയോടെ സമീപിക്കുന്നതായി കാണാം. പ്രിയമുള്ളവരെ, ഉദ്ഹിയ്യത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നതിലൂടെ ആ ഉരുവിന്റെ മാംസമോ രക്തമോ അവൻ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ചേതോവികാരം തഖ്വ, അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമ്മിൽ നിന്ന് പരീക്ഷിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉദ്ഹിയ്യത്തിന് സാധ്യമാകുന്നവരെല്ലാം അത് നിർവഹിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അള്ളാഹുവിന്റെ അടുക്കൽ അറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ എത്തുന്നില്ല, അവനത് ആവശ്യമില്ല. മറിച്ച് അതറുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച തഖ്വയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ എന്നുരുവിട്ടുകൊണ്ട് ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കുകയും അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വമിൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞറുത്തതായി കാണാം. അല്ലാഹുവേ, മുഹമ്മദിൽ നിന്നും മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും മുഹമ്മദിന്റെ ഉമ്മത്തിൽ നിന്നും ബലിയെറുക്കാൻ സാധിക്കാത്ത മുഹമ്മദിന്റെ ഉമ്മത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കുന്നവർ, അറവ് നടത്തുന്നവർ ഇങ്ങനെയാണ് അറുക്കേണ്ടത്. മൃഗത്തിന്റെ ഹൽക്കിൽ കത്തിവെച്ചുകൊണ്ട് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുകയും അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് പറയുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കണം. പ്രിയമുള്ളവരെ, ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പതിവായി കാണാറുള്ള കൂട്ടമായി തക്ബീർ ചൊല്ലുന്ന സമ്പ്രദായമുണ്ട്. അത് ശരിയല്ല, അത് ബിദ്അത്താണ്. ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ എന്ന് മാത്രമല്ല, ഈദിന് മുമ്പ് നമ്മൾ ചൊല്ലുന്ന തക്ബീർ, ഇത് ഈദുൽ അദ്ഹക്ക് അറഫാ ദിവസം ദുൽഹിജ്ജ 9 സുബ്ഹി നിസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമുത് തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 അസ്ർ നിസ്കാരത്തിന് ശേഷം വരെ എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്കും ശേഷം തക്ബീർ മുഖയ്യദ്, നിസ്കാര ശേഷമുള്ള തക്ബീർ നമുക്ക് ശർആക്കപ്പെട്ടതാണ്. പലപ്പോഴും ആളുകൾക്ക് ഈണത്തിൽ, ഒരേ താളത്തിൽ, ഒരേ എണ്ണത്തിൽ ഇമാമ് ചൊല്ലിക്കൊടുത്തേറ്റു ചൊല്ലുന്ന തക്ബീറിന്റെ താളാത്മകതയെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ളത് ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ കാണിച്ച തക്ബീർ ചൊല്ലുന്നതിന്റെ രീതിയല്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അത് മനസ്സിലായിട്ടും ചില ആളുകൾക്ക് ഈണത്തിൽ ചൊല്ലിയാലേ തക്ബീർ വരുള്ളൂ, ഈണത്തിൽ ചൊല്ലിയാലേ തക്ബീർ വരുള്ളൂ. ഒറ്റക്കൊറ്റക്ക് ചെല്ലണമെന്ന് പറയുമ്പോൾ പലരുടെയും തക്ബീറിന്റെ ഒച്ച പൊന്തുന്നില്ല. കുട്ടികൾ പോലും, മറ്റു പലതും ഉച്ചത്തിൽ ഉരുവിടുന്ന കുട്ടികൾ പോലും തക്ബീർ ഒറ്റക്കൊറ്റക്ക് ഉച്ചത്തിൽ ചൊല്ലാൻ മടിക്കുന്നു. നിസ്കാര ശേഷമുള്ള ഈ തക്ബീറുൽ മുഖയ്യദ്, ഈദുൽ അദ്ഹയുമായി ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട തക്ബീറുൽ മുഖയ്യദ് ഇതാ ദുൽഹിജ്ജ 13 അസ്ർ വരെയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സാധിക്കുന്നത്ര ഉച്ചത്തിൽ ചൊല്ലുക. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് ചൊല്ലുക, ഉച്ചത്തിൽ ചൊല്ലുക. ബോധപൂർവം ഒരുമിക്കണ്ട,
സ്വാഭാവികമായി ഒരുമിച്ചാൽ ഒരുമിക്കട്ടെ. അതല്ലാതെ ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിർത്തും, ഒരാൾ തുടങ്ങിയാൽ എല്ലാവരും തുടങ്ങും. ഒരേ എണ്ണം, ഒരേ താളം, ഒരേ സ്വരം, അങ്ങനെയല്ല. സ്വാഭാവികമായും എല്ലാവരും ഉച്ചത്തിൽ ഒരുമിച്ചാകുന്നത് പോലെ ചൊല്ലട്ടെ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തക്ബീറുൽ മുഖയ്യദ്, അത് നമ്മൾ അലംഭാവം കാണിക്കരുത്. കുട്ടികൾ പ്രത്യേകിച്ച് പല കുട്ടികളും ചൊല്ലുന്നത് തന്നെയില്ല. അതുകൊണ്ട് തക്ബീർ അത് ഉച്ചത്തിൽ നമ്മൾ ഉരുവിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീർ അത് ഉയർത്തുക, വാനോളം വാഴ്ത്തുക, നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും അത് ആവാഹിക്കുക. അതിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹുവിനോട് തേടുക, സന്നദ്ധരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഈദ് ഖുതുബയിലും സ്ത്രീകളോട് പ്രത്യേകമായി അവിടുന്ന് ഉപദേശം നൽകാറുണ്ട്. ആ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കുകയാണ്. സ്ത്രീകളെ, നിങ്ങൾ ഈ ഉമ്മത്തിന്റെ അടുത്ത തലമുറക്ക് വിത്തുപാകുന്ന, അല്ലെങ്കിൽ അവരെ വെള്ളവും വെളിച്ചവും അതുപോലെ തന്നെ വളവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഭാവി തലമുറയെ ഒരു ചെടി നട്ടുപിടിപ്പിച്ചു വളർത്തുന്നത് പോലെ വിത്തുപാകി പരിരക്ഷിക്കേണ്ടവരാണ്. നിങ്ങളുടെ മടിത്തട്ടുകളാണ് വരും തലമുറയിലെ മഹാരഥന്മാർക്ക് കാരണമാകുന്നത്, അവർക്ക് വിളനിലമാകുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് സമ്പൂർണ്ണമായി മടങ്ങണം. രക്ഷിതാക്കളെ, പുരുഷന്മാരെ, പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് റോൾ മോഡൽസ് ആകണം. എങ്ങനെ റോൾ മോഡലാകണം? അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അവരുടെ മുമ്പിൽ നിങ്ങൾ ഉണ്ടാകണം. മസ്ജിദിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കാൻ നിങ്ങൾ മുമ്പിൽ ഉണ്ടാകണം. വസ്ത്രധാരണത്തിൽ നിങ്ങൾ മുസ്ലിമാകണം. മുസ്ലിമീങ്ങളായ പോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ച് നമ്മുടെ മക്കൾക്ക് വസ്ത്രം ഉടുപ്പിക്കണം. ഈദിൽ പോലും കുട്ടികൾക്ക് ഉടുപ്പിക്കുന്ന വസ്ത്രധാരണം ഇസ്ലാമിന്റെ സംസ്കാരമാണോ? നിങ്ങൾ പരിശോധിക്കൂ. കുട്ടികളുടെ മുടി മുറിക്കുന്നത്, ഈദിന്റെ സുദിനത്തിൽ കുട്ടികളുടെ മുടി മുറിക്കുന്നത് ഇസ്ലാമികമായിട്ടാണോ? നിങ്ങൾ പരിശോധിക്കണം. പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളായി നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കണം. അമ്പിയാക്കൾ പോലും അമ്പിയാക്കളായ അവരെ മക്കളെ വിളിച്ചുകൊണ്ട് മരണശയ്യയിൽ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ഇബാദത്ത് ചെയ്യുക? അവർ പറയുന്നു, നിങ്ങളുടെ ഇലാഹിനെ, മുൻകാല അമ്പിയാക്കളുടെ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ, ഇലാഹ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും അതുപോലെ തന്നെ മുൻകാല അമ്പിയാക്കളുടെയും ഇലാഹായ ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അമ്പിയാക്കൾ വസിയത്ത് ചെയ്യുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ. നിങ്ങൾക്ക് അല്ലാഹു ദീൻ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ ദീൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെ മുസ്ലിമീങ്ങളായി, ഇസ്ലാമിലായി, ദീനിലായി വളർത്തുക. സ്ത്രീകളെ, നിങ്ങളുടെ സൗന്ദര്യം അന്യ പുരുഷന്മാർക്ക് കണ്ടാസ്വദിക്കാനുള്ളതല്ല, അവർക്ക് അഭിപ്രായം പറയാനുള്ളതല്ല, അവർക്ക് ലൈക്കും കമന്റ്സും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും വിക്കിളിപ്പെടുത്തുന്ന വൈകാരികമായ ചിന്തകളും അതിന് കാരണമാകുന്നതല്ല. നിങ്ങളുടെ മുഖം പോലും അതിന് നിങ്ങൾ തുറന്നിട്ട് കൊടുത്തുകൂടാ. ഇസ്ലാമിന്റെ ഹിജാബിന്റെ സംരക്ഷണത്തിൽ ആത്മീയമായും ഭൗതികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ നിങ്ങളുടെ സംരക്ഷണത്തിൽ നിങ്ങൾ വളരണം. നിങ്ങളുടെ മക്കളെ വളർത്തണം. മക്കൾക്ക് ലജ്ജ ഉപദേശിച്ചു കൊടുക്കണം. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജയില്ലാത്ത സമൂഹത്തിൽ എന്ത് വൃത്തികേടും അത് നന്മയായി, പുരോഗമനമായി, സ്വാതന്ത്ര്യമായി കൊട്ടിഘോഷിക്കപ്പെടും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കൾക്ക് ലജ്ജയുടെ പാഠങ്ങൾ പഠിപ്പിക്കണം. പെൺകുട്ടിയെ പെൺകുട്ടിയായി വളർത്തണം. പെൺകുട്ടിയെ പെൺകുട്ടിയായി, പെണ്ണിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവളെ ശീലിപ്പിക്കണം. ആൺകുട്ടികളെ ആൺകുട്ടികളായി, പുരുഷന്മാരായി, പൗരുഷമുള്ളവരായി നിങ്ങൾ വളർത്തണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാമിലായി ജീവിച്ചു മരിക്കാൻ, മക്കളോടൊപ്പം ഇസ്ലാമിലായി ജീവിച്ചു മരിക്കാൻ, ഒരുമിച്ച് സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മരിക്കാതെ ഒരുമിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. റമദാൻ മാസത്തിലെ നോമ്പ് കൃത്യമായി നിർവഹിക്കുക. പുരുഷന്മാരോടും സ്ത്രീകളോടും അല്ലാഹു ഒരുപോലെ കൽപ്പിച്ച നിർബന്ധമായ ബാധ്യതയാണത്. ഒപ്പം സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ചാരിത്ര്യം സംരക്ഷിക്കുക, നിങ്ങളുടെ ഹിജാബിൽ നിങ്ങൾ വളരുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്മയിൽ നിങ്ങൾ അനുസരിക്കുക. തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞു, സ്വർഗത്തിന്റെ മലർക്ക് തുറന്നിടപ്പെടുന്ന 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങളോട് കൽപ്പിക്കപ്പെടും. ആ സ്വർഗം മോഹിച്ച്, ആഖിറം മോഹിച്ച്, പരലോകത്തിനു വേണ്ടി ജീവിച്ചു മരിക്കാൻ സന്നദ്ധരാകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്വതക്ക വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. പാപങ്ങൾ ഇല്ലാതാക്കുന്ന വെള്ളം തീയെ കെടുത്തിക്കളയുന്നത് പോലെ നമ്മുടെ പാപക്കറകളെ കരിച്ച് നിർവീര്യമാക്കി കളയുന്ന സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, മസ്ജിദിനു വേണ്ടിയുള്ള സംരംഭങ്ങളിലുള്ള
ജാരിയായ സദഖകൾ. അതിതാ ദുൽഹിജ്ജ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്ന ഈദുൽ അദ്ഹയുടെ ഈ ദിവസത്തിലും ധാരാളമായി വർദ്ധിപ്പിക്കുക. നമുക്കതിനുള്ള അവസരമുണ്ട്, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈദിന്റെ ആശംസകൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്നത് പരസ്പരം കൈമാറുക, കുടുംബ സന്ദർശനം നടത്തുക, ബന്ധങ്ങൾ വിളക്കി ചേർക്കുക, അകലെയുള്ളവരെ അകറ്റാതെ അടുത്ത് അവരെ കൂട്ടിപ്പിടിക്കുക, പാവപ്പെട്ടവരെ, അശരണരെ, യതീമുകളെ, അഗതികളെ, അനാഥകളെ ചേർത്തു പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ കലിമത്തിനു വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആവുന്നതും അധ്വാനിക്കുക, പണിയെടുക്കുക, ആളുകൾക്ക് ഈ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. تقبل الله منا ومنكم. عيدكم مبارك.